ഹലോ എവ്രിവൺ. ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞ് അതിന്റെ ആൻസർ കീ കുറെ പേര് ചെക്ക് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, കുറെ പേര് അതിന്റെ ക്വസ്റ്റ്യൻസിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഒരിത്തിരി വൈകി, എന്നാലും നമുക്ക് നമ്മുടെ അഗ്രികൾച്ചറൽ എക്കണോമിക്സിലെ ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു, എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. പൊതുവെ എല്ലാ ചോദ്യങ്ങളും, പ്രത്യേകിച്ച് ഇത്തവണ അഗ്രികൾച്ചറൽ എക്കണോമിക്സിന്റെ ചോദ്യങ്ങളും അത്യാവശ്യം ടഫായിരുന്നു. ഇനി അറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ പോലും കുറച്ചധികം ട്രിക്കി ആയിട്ടാണ് അവർ ചോദിച്ചിട്ടുള്ളത്, അല്ലേ? നമുക്ക് ഒന്നിലധികം തവണ വായിച്ച് മനസ്സിലാക്കി എഴുതേണ്ട രീതിയിലുള്ള ചോദ്യങ്ങളാണ് പകുതിയോളം ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ഹിറ്റ് ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. നമുക്ക് ഓരോ ചോദ്യങ്ങളും എങ്ങനെയായിരുന്നു ചോദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. സിലബസിൽ നിന്നതും ഔട്ട് ഓഫ് സിലബസ് ഉണ്ടായിരുന്നതുമായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ കോഡ് എ വെച്ചിട്ടുള്ള ആ ക്വസ്റ്റ്യൻ നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, എല്ലാവർക്കും ആശ്വാസം തന്ന ഒരു ചോദ്യം ആയിരുന്നിരിക്കും ഒരു പക്ഷേ. എ ഡിമാൻഡ് കർവ് ഡെപിക്ട്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി, അല്ലെ? ലോ ഓഫ് ഡിമാൻഡ് ആണ് പറയുന്നത്. എ മൂവ്മെന്റ് അലോങ് ദ സെയിം ഡിമാൻഡ് കർവ് ഒക്യൂസ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഡിമാൻഡ് കർവ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അല്ലെ? മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്, ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. ഡി എന്ന് പറയുന്ന നമ്മുടെ ഡിമാൻഡ് കർവിൽ മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്, അല്ലെ? താഴേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ ഈ പറയുന്ന ഡിമാൻഡ് കർവിലൂടെ തന്നെയുള്ള പോക്കുകൾ നമ്മൾ എന്തായിരുന്നു പറയുന്നത്? എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ എന്നായിരുന്നു പറയുന്നത്, അല്ലെ? പക്ഷെ മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് അല്ല, മറിച്ച് അതിന് ഷിഫ്റ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയായിരുന്നു നമ്മൾ എന്ത് പറയുന്നത്? ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നോക്കി, കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ് മാത്രമല്ലേ നമുക്ക് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് ഉള്ളൂ. ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്ത് സംഭവിക്കും? ഡിമാൻഡ് കർവ് റൈറ്റ് വാർഡ് ഷിഫ്റ്റ് ചെയ്യും ഇൻക്രീസ് ആണെങ്കിൽ, അല്ലെ? ഡിമാൻഡ് കർവ് ലെഫ്റ്റ് വാർഡ് ഷിഫ്റ്റ് ചെയ്യും ഡിക്രീസ് ആണെങ്കിൽ. ബിയും വരത്തില്ല, സിയും വരത്തില്ല. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇവിടെ ആൻസർ എ ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തത്, ഇതും ഓൾമോസ്റ്റ് എല്ലാവർക്കും എഴുതാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കൺസ്യൂമർ സർപ്ലസ് ഇസ് എസ്റ്റിമേറ്റഡ് ആസ്, നമ്മൾ കോൺസെപ്റ്റ് എന്താണെന്ന് പഠിച്ചിരുന്നു, അല്ലേ? ഒരു സാധനം മേടിക്കാൻ വേണ്ടി ഒരാൾ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് അയാൾ എത്ര രൂപ കൊടുക്കാൻ തയ്യാറാണെന്നും അയാൾക്ക് എത്ര രൂപ കുറച്ച് സാധനം കിട്ടിയെന്നുള്ളതിന്റെ വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്യൂമർ സർപ്ലസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈസി ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു 100 രൂപയ്ക്ക് മാങ്ങ മേടിക്കാൻ പോയി. 80 രൂപയെ എനിക്ക് 1 കിലോ മാങ്ങയ്ക്കായുള്ളൂ. 20 രൂപ എന്റെ പോക്കറ്റിൽ കിടന്നു. ആ 20 രൂപയാണ് എന്റെ കൺസ്യൂമർ സർപ്ലസ്. ഇത്രയേ ഉള്ളൂ സംഭവം, അല്ലെ? അപ്പൊ അത് നമുക്ക് ആ ആദ്യത്തെ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ട് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെ? വാട്ട് ദ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു പേ മൈനസ് വാട്ട് ഹി ആക്ച്വലി പേസ്. അതാണ് നമ്മുടെ കൺസ്യൂമർ സർപ്ലസിന്റെ ബെസ്റ്റ് ആൻഡ് ഈസി ഡെഫിനിഷൻ, ശരിയല്ലേ? വാട്ട് ദ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു പേ മൈനസ് വാട്ട് ഹി ആക്ച്വലി പേസ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്, അല്ലെ? പിന്നെ കൺസ്യൂമർ സർപ്ലസിന് ട്രഡീഷണൽ ആയിട്ട് മറ്റ് കുറച്ച് ഡെഫിനിഷൻസും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് ഒന്ന് വില്ലിംഗ് ടു പേ മൈനസ് ആക്ച്വലി പേ ആണ്. രണ്ടാമത്തത് ആക്ച്വൽ പ്രൈസ് മൈനസ് പൊട്ടൻഷ്യൽ പ്രൈസ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ നമുക്ക് കൺസ്യൂമർ സർപ്ലസ് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർജിനൽ യൂട്ടിലിറ്റി മൈനസ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് നമുക്ക് കൺസ്യൂമർ സർപ്ലസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി. അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാ? ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വാല്യൂ ടേംസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? വാല്യൂ ഇൻ യൂസ് മൈനസ് വാല്യൂ ഇൻ എക്സ്ചേഞ്ച്, റൈറ്റ്? അല്ലേ? ഈ പറയുന്ന എന്താണ് 4 ഇക്വേഷൻസും കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് കൺസ്യൂമർ സർപ്ലസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നാമത്തെ മാത്രമല്ല, മറിച്ച് ഈ പറയുന്ന ഓപ്ഷൻസ് കൂടി നമുക്ക് കാണാൻ പറ്റും, അല്ലെ? ടോട്ടൽ യൂട്ടിലിറ്റി ഗെയിൻ മൈനസ് ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്. ഈ പറയുന്ന ഇക്വേഷൻ ആണ് ഇവർ രണ്ടാമതായി ചോദിച്ചിരിക്കുന്നത്. 1, 2 ആർ കറക്റ്റ് ആണ്. ഇനി ടോട്ടൽ യൂട്ടിലിറ്റി ഗെയിൻ മൈനസ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ അങ്ങനെയില്ല. വാട്ട് ദ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു പേ മൈനസ് മാർജിനൽ യൂട്ടിലിറ്റി ഗെയിൻ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൺസ്യൂമർ സർപ്ലസിൽ പറയുന്നില്ല. ഡയറക്റ്റ് ഈ പറയുന്ന ഇക്വേഷൻസ് അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. ആൻസർ 1 and 2 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നാണ്, നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടില്ല, പക്ഷെ എന്നിരുന്നാലും നമ്മൾ പഠിച്ചിരുന്നു. ഒപ്റ്റിമം ചോയ്സ് ഓഫ് എന്റർപ്രൈസ് ഇൻ ഫാം മാനേജ്മെന്റ് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്, അല്ലെ? ഈ ഒരു എന്റർപ്രൈസ് കോമ്പിനേഷനിൽ നിന്ന് നമ്മൾ ഒപ്റ്റിമം ചോയ്സ് കണ്ടുപിടിക്കുന്നത് ഏത് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ഇത് ഓർക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് മിക്കവാറും നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഒക്കെ ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും, അല്ലെ? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അല്ലെ? Y1 Y2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഒക്കെ ഓർമ്മയില്ലേ? ഒരു പ്രൊഡക്റ്റ് മറ്റൊരു പ്രൊഡക്റ്റ് ഇവർ തമ്മിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ നടക്കുന്നു, ആൻഡ് അതിന് ആ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷനിൽ ഒരു ഒപ്റ്റിമം ചോയ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു, അതിന് ഒരുപാട് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഫാം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്
നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റിട്ടേൺസ് പഠിച്ചിട്ടുണ്ട്, ഇക്വി മാർജിനൽ റിട്ടേൺസ് പഠിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പഠിച്ചിട്ടുണ്ട്, ടൈം കമ്പാരിസൺ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് മിനിമം ലോസ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലേ. പക്ഷേ ഇതിന്റെ അകത്ത് ഈ പറയുന്ന ഫാം മാനേജ്മെന്റ് ഡിസിഷനിൽ ഒപ്റ്റിമം ചോയ്സ് ഓഫ് എന്റർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് എന്റർപ്രൈസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എൻ്റെ പറമ്പിൽ ഒരു പശുത്തൊഴുത്തും ഉണ്ട്, ഒരു കോഴിക്കൂടും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ പശുത്തൊഴുത്തിൽ എൻലാർജ് ചെയ്യണോ, അത് ഞാൻ ഫോക്കസ് ചെയ്യേണ്ട പശുത്തൊഴുത്തിലാണോ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കോഴി ഫാമിലാണോ ഞാൻ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അവിടെ ഒരു ചോയ്സ് ഉണ്ട് അല്ലേ, ഏതിൽ ഞാൻ കൂടുതൽ കൊടുക്കണം അല്ലെങ്കിൽ ഏത് ഞാൻ കൂടുതൽ എടുക്കണം എന്നുള്ളത് ഏത് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ്. ഇവിടെ ഓപ്ഷൻസ് തന്നേക്കുന്നത് ഇക്വി മാർജിനൽ റിട്ടേൺസ് ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്, ബോത്ത് എ ആൻഡ് ബി ഉണ്ട്, നൺ ഓഫ് ദ എബോവ് ഉണ്ട്. എന്താ ഇക്വി മാർജിനൽ റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമർ തിയറി നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വി മാർജിനൽ യൂട്ടിലിറ്റിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇക്വി മാർജിനൽ റിട്ടേൺ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഒരുപാട് എന്റർപ്രൈസുകൾ ഉണ്ടെന്ന് വിചാരിക്കും. Y1, Y2, Y3, Y4 ഇങ്ങനെ പല 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 പ്രൊഡക്ഷൻ യൂണിറ്റുകൾ നമുക്ക് നമ്മുടെ ഫാമിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഓരോ എന്റർപ്രൈസിലേക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ രൂപയ്ക്കും എനിക്ക് കിട്ടുന്ന റിട്ടേൺസ് ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ് ഇക്വി മാർജിനൽ റിട്ടേൺസ് സൂചിപ്പിക്കുന്നത്. അതായത് ഞാൻ Y1 ഒരു യൂണിറ്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ രണ്ടാമത്തെ യൂണിറ്റ് Y2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആദ്യം എന്തുകൊണ്ട് Y1 കൊടുത്തു, Y1 ആണ് എനിക്ക് ആദ്യം റിട്ടേൺസ് തരുന്നത്. രണ്ടാമത്തെ യൂണിറ്റ് ഞാൻ Y2 കൊടുത്തത് എന്താണ്, Y1 എനിക്ക് കിട്ടിയ അത്രയും തന്നെ റിട്ടേൺസ് Y2 എനിക്ക് തരുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എനിക്ക് തരുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ യൂണിറ്റ് ഇട്ടത്. മേ ബി മൂന്നാമത്തെ യൂണിറ്റ് ഞാൻ Y2 ഇടുന്നത്. കാരണം ഒരുപക്ഷെ മൂന്നാമത്തെ യൂണിറ്റ് ഞാൻ Y3 Y4 ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് Y2 തന്നെ എനിക്ക് കിട്ടുന്ന റിട്ടേൺസ് കിട്ടിക്കോണമെന്ന് നിർബന്ധമില്ല. ഇതാണ് ഇക്വി മാർജിനൽ റിട്ടേൺസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ആൻസർ ആയിട്ട് നമ്മൾ ഒപ്റ്റിമം ചോയ്സിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെ. Y1 കൂടുതൽ കൊടുക്കണോ, Y2 കൂടുതൽ എടുക്കണോ അല്ലെ, ഞാൻ കൂടുതൽ പശുവിനെ വളർത്തണോ, ഞാൻ കൂടുതൽ കോഴിയെ വളർത്തണോ, ഞാൻ കൂടുതൽ മുയലിനെ വളർത്തണോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഇക്വി മാർജിനൽ റിട്ടേൺസ് ആണ്. കാരണം ഈ പറയുന്ന പശുവിന്റെ കാലി വളർത്തലിലാണോ അല്ലെന്നുണ്ടെങ്കിൽ കോഴി വളർത്തലിലാണോ എനിക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത് അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആ പറയുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിളിനെയാണ് ഞാൻ ഇക്വി മാർജിനൽ റിട്ടേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇക്വി മാർജിനൽ റിട്ടേൺസിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെർമിനോളജി ആണ് അല്ലെ എക്കണോമിക്സിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കോസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് നെക്സ്റ്റ് ആൾട്ടർനേറ്റീവ് അല്ലെ. ഞാനിപ്പോ ഈ പറയുന്ന Y1 ഒന്നാമത്തെ യൂണിറ്റ് കൊടുത്തത് ഞാൻ ആ ഒന്നാമത്തെ യൂണിറ്റ് Y1 കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ഒന്നാമത്തെ യൂണിറ്റ് മേ ബി ഞാനൊരു 1000 രൂപയായിരിക്കും, ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് 1000 രൂപയെന്ന് വിചാരിച്ചോ. ഈ 1000 രൂപ എനിക്ക് Y1 ഇടാം, Y2 ഇടാം, Y3 ഇടാം, Y4 ഇടാം. ഞാനത് Y1 കൊടുക്കുന്ന സമയത്ത് ആ 1000 രൂപ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന Y2 അത് കിട്ടുന്നില്ല, Y3 അത് കിട്ടുന്നില്ല, Y4 അത് കിട്ടുന്നില്ല അല്ലെ. അപ്പോ റിട്ടേൺസ് ജനറേറ്റഡ് ഫ്രം Y2, Y3 ആൻഡ് Y4 സാക്രിഫൈസ് ചെയ്തിട്ടാണ് സംതിങ് ഞാൻ Y1 നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ശരിയല്ലേ? 1000 രൂപ ഞാൻ Y1 കൊടുത്തിട്ട് എനിക്ക് റിട്ടേൺസ് കിട്ടുമ്പോൾ Y2 നിന്നോ Y3 നിന്നോ Y4 നിന്നോ എനിക്ക് കിട്ടാമായിരുന്ന റിട്ടേൺസിനെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാൻ Y1 1000 രൂപ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ 1000 രൂപ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ Y1 നിന്ന് എനിക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് മേ ബി ഒരു 2000 രൂപയാണെന്ന് വിചാരിക്കും. Y3 നിന്ന് എനിക്ക് ഒരു 3500 രൂപ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ ഈ 1000 രൂപ ആദ്യം കൊണ്ട് Y1 കൊടുക്കുമോ? ഇല്ല. കാരണം എന്താ, ഈ Y1 ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് 3500 രൂപയാണ്. കാരണം ഈ റിട്ടേൺസ് ഫ്രം Y3 സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാൻ Y1 കൊടുക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഞാൻ എപ്പോൾ ഏത് എന്റർപ്രൈസിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും ഐ ഷുഡ് ബി കെയർഫുൾ ദാറ്റ് മറ്റൊരു എന്റർപ്രൈസിലും ഒരിക്കലും എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന അത്ര റിട്ടേൺസ് തരാൻ പറ്റില്ല. കാരണം തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഞാൻ ഇപ്പോൾ ഇടുന്ന റിട്ടേൺസിനേക്കാളും മറ്റു വലുതായിരിക്കും അല്ലേ. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ ഒരിക്കലും 2000 രൂപ Y1 എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ഒരിക്കലും Y1 ഇൻവെസ്റ്റ് ചെയ്യില്ല, ഞാൻ Y3 മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. കാരണം എന്താ, എൻ്റെ സാക്രിഫൈസ് ഈ 2000 രൂപ പോകുമ്പോൾ എനിക്ക് 1500 രൂപ അഡീഷണലി ഇവിടെ Y3 കിട്ടുന്നുണ്ട്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ പറയുന്ന ഒപ്റ്റിമം എന്റർപ്രൈസ് ചോയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇക്വി മാർജിനൽ റിട്ടേൺസും വരും, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റും വരും. സോ എന്താ ഇവിടെ ആൻസർ? സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്.
പറയുന്നത് അല്ലേ. സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റെസ്പോൺസിബിൾ ഫോർ മോർ പ്രൊഡക്ഷൻ ബൈ യൂസിങ് മോർ യൂണിറ്റ്സ് ഓഫ് ഇൻപുട്ട് ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലേ. ഈ ചോദ്യം കുറച്ചധികം ട്രിക്കിയാണ്. നമ്മുടെ എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്നാണ് TPP MPP APP കർവൊക്കെ ഓൾമോസ്റ്റ് ഓർത്തിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് റീകളക്ട് ചെയ്ത് തരാം. നമ്മുടെ എന്താണ് വേരിയബിൾ ഇൻപുട്സ് കൂടുന്നതിനനുസരിച്ച് എക്സ് ആക്സിസിൽ നമ്മൾ എന്താ എടുക്കുന്നത്, വേരിയബിൾ ഇൻപുട്ട് ആണ് അല്ലെ, ഇൻപുട്ട് എടുക്കുന്നു. വൈ ആക്സിസിൽ നമ്മൾ എന്താ എടുക്കുന്നത്, ഔട്ട്പുട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു TPP കർവ് കിട്ടിയായിരുന്നു, ഓർക്കുന്നുണ്ടല്ലേ? ഇത് നമ്മുടെ TPP കർവ് ശരിയല്ലേ. ഇനി നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി കർവ് ദേ ഇങ്ങനെ പോകുന്നു. ഇനി നമ്മുടെ ആവറേജ് യൂട്ടിലിറ്റി കർവ് എന്ന് പറയുന്നത്, ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്നു. ഇത് APP, ഇത് MPP ശരിയല്ലേ. ഇനി നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും ഈക്വൽ ആവുന്ന ഈ ഫേസ് ആണെന്ത്, നമ്മുടെ സ്റ്റേജ് 1 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമവും അതുപോലെ നമ്മുടെ മാർജിനൽ പ്രൊഡക്റ്റ് 0 ആയിരിക്കുന്ന ഈ സാധനമാണെന്ത്, ഈ പറഞ്ഞ ഫേസ് ആണെന്ത്, സ്റ്റേജ് 2. അതിനുശേഷം നമ്മുടെ സ്റ്റേജ് 3, മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവായി പോകുന്ന സംഗതി അല്ലേ. ഇത് നമ്മുടെ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് കാര്യങ്ങൾ എന്താ, സ്റ്റേജ് 2 ആണ് റാഷണൽ ഫേസ് അല്ലേ, പ്രോഫിറ്റ് മാക്സിമൈസിങ് ഫേസ്. സ്റ്റേജ് 1 എന്ന് പറയുന്നതും സ്റ്റേജ് 3 എന്ന് പറയുന്നതും ഇറാഷണൽ സ്റ്റേജസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു ക്രൈറ്റീരിയ നമുക്ക് അവിടെ കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേജ് 1നും സ്റ്റേജ് 3ക്കും എന്താണ്, സ്കോപ്പ് ഫോർ റീഓർഗനൈസേഷൻ ഉണ്ട് അല്ലേ. ഈ പറയുന്ന സ്റ്റേജ് 1ൽ നിന്ന് സ്റ്റേജ് 2ലേക്ക് എത്താൻ നമ്മൾ എന്ത് ചെയ്യണം, ഇൻപുട്ട് കൂട്ടി കൊടുക്കണം ശരിയല്ലേ, ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ഇനി അതേസമയം സ്റ്റേജ് 3ൽ നിന്ന് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇൻപുട്ട് കുറച്ച് കൊടുക്കണം ശരിയല്ലേ. എന്നാലേ നമുക്ക് സ്റ്റേജ് 2ൽ എത്താൻ പറ്റുള്ളൂ. TPP മാക്സിമം ആവുന്ന ഈ പോയിന്റ് അല്ലെ, സ്റ്റേജ് 2ന്റെ എൻഡിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൂട്ടണം, ഇൻപുട്ട് കുറയ്ക്കണം. ഇനി ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ, സ്റ്റേജ് ഓഫ് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റെസ്പോൺസിബിൾ ഫോർ മോർ പ്രൊഡക്ഷൻ ബൈ യൂസിങ് മോർ യൂണിറ്റ്സ് ഓഫ് ഇൻപുട്ട്. ഇത്രയും മാത്രമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം വന്നേനെ ശരിയല്ലേ. ബട്ട് ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടെർമിനോളജി വന്നതുകൊണ്ട് സ്റ്റേജ് 2 ആണ്. ഓക്കെ, പക്ഷെ ഈ ചോദ്യം സ്റ്റിൽ ട്രിക്കിയാണ്, സ്റ്റിൽ കുറച്ചുകൂടി കൺഫ്യൂസിംഗ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന കീ വേർഡ് കൊടുത്തിട്ടുള്ളത് തന്നെയാണ് ഇതിന്റെ കൺഫ്യൂഷൻ വരുന്നത്. കാരണം സ്റ്റേജ് 1 and 2 കറക്റ്റ് ആയേനെ. കാരണം എന്താ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇവിടെ ബാക്കി എല്ലാം നോക്കിയാൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റെസ്പോൺസിബിൾ ഫോർ മോർ പ്രൊഡക്ഷൻ ശരിയല്ലേ. ഇൻപുട്ട് കൂട്ടിക്കഴിഞ്ഞാൽ മോർ പ്രൊഡക്ഷൻ, TPP കൂടിക്കൊണ്ടേ ഇരിക്കുന്നത് സ്റ്റേജ് 1ൽ കൂടുന്നതായിട്ട് കാണാൻ പറ്റും, സ്റ്റേജ് 2ലും കൂടുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നടക്കുന്നത് സ്റ്റേജ് 2 ആയതുകൊണ്ടാണ് ഇവിടെ ആൻസർ B കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് വീണ്ടും എന്താണ്, എനിക്കും പേഴ്സണലി കുറച്ച് കൺഫ്യൂഷൻ ഉള്ള സാധനമാണ്. കാരണം സ്റ്റേജ് 1ൽ ഒരിക്കലും ഇറാഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത്, ഫിക്സഡ് റിസോഴ്സസ് ഒരുപാട് ഉള്ള സമയത്ത്, വേരിയബിൾ റിസോഴ്സസ് ഇത്രയും കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫാർമർ ഒരിക്കലും സ്റ്റേജ് 1ൽ നിൽക്കാൻ തയ്യാറാവില്ല. അവരെന്ത് ചെയ്യും, കുറച്ചുകൂടി വേരിയബിൾ റിസോഴ്സസ് കൂടുതൽ മേടിച്ചിട്ട് കൊടുക്കും അല്ലെ. വേരിയബിൾ റിസോഴ്സസ് കൂടുതൽ മേടിച്ചിട്ട് കൊടുത്ത് സ്റ്റേജ് 2ലേക്ക് എത്തിക്കാൻ നോക്കും അല്ലെ. അപ്പോൾ സ്റ്റേജ് 1ലാണെന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് മാക്സിമൈസേഷന് വേണ്ടിയിട്ട് ഇൻപുട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജ് 2ൽ എത്താൻ സാധ്യത ഉള്ളതുകൊണ്ട് സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം ഇതിന് ആൻസർ ആയിട്ട് വരാം. സോ അതിലൊരു വീണ്ടും ഒരു ക്ലാരിറ്റി കുറവ്, സ്റ്റിൽ ആ ക്വസ്റ്റ്യന്റെ ഭാഗത്തു നിന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് അവിടെ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ നിർബന്ധിതരാവുകയാണ് സ്റ്റേജ് 2 എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. മാർക്കറ്റ് സ്ട്രക്ചറിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഡീലിംഗ് വിത്ത് ഡിഫറൻഷിയേറ്റഡ് ഗുഡ്സ് ശരിയല്ലേ. ഡിഫറൻഷിയേറ്റഡ് ഗുഡ്സ് ആണ് അല്ലെ. പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷന്റെ ഒരു പ്രത്യേകതയായിരുന്നു, നമ്മളൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഡിമാൻഡ് കർവ് ഓർ ആവറേജ് റവന്യൂ കർവ് ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ശരിയല്ലേ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒഴികെ മറ്റേതിന്റെ എടുത്തു കഴിഞ്ഞാലും, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, മോണോപോളി ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ആവറേജ് റവന്യൂ കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു കർവ് ആയിരിക്കും. രണ്ടാമത്തത് ശരിയാണ്. ദ സെയിം പ്രൈസ് ഡസ് നോട്ട് റൂൾ ഇൻ ദ മാർക്കറ്റ് ത്രൂ ഔട്ട് ശരിയല്ലേ. കാരണം ഇത് എന്താണ്, സെയിം പ്രൈസ് റൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയി പോകും. പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താ, മറ്റേ പ്രൊഡക്റ്റിനേക്കാളും എൻ്റെ പ്രൊഡക്റ്റ് കുറച്ചും കൂടി ബെറ്റർ ആണ്, അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി അഡീഷണൽ പ്രൈസ് ഫെച്ച് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ സെയിം പ്രൈസ് ഒരിക്കലും കമ്മോഡിറ്റിക്ക് മാർക്കറ്റിൽ ഉണ്ടാവത്തില്ല. സോ അതുകൊണ്ട് സിയും ശരി ഉത്തരവാണ്. വിച്ച് ഇസ് നോട്ട് കറക്റ്റ് എന്നല്ല ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓപ്ഷൻ ഡി വരും. ഇനി എന്താ ഡിയിലെ തെറ്റ്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഡീലിംഗ് വിത്ത് ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വരും ശരിയല്ലേ. അപ്പോൾ ഡി എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചറാണ്, നോട്ട് എ ഫീച്ചർ ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. സോ ഇവിടെ ആൻസർ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാം. അടുത്ത ചോദ്യം, ഇത് ഇവർ എവിടെ നിന്ന് എടുത്തു എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇത് ഇന്റർനാഷണൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. നമുക്കൊരിക്കലും നമ്മുടെ സിലബസുമായി അടുത്ത് വരുന്ന ഒരു സംഗതിയേ അല്ല. പക്ഷെ എന്നിരുന്നാലും ഇത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്ന് നോക്കാം. കൺസിഡർ 2 countries A and B engaged in trade. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, ബി എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഓക്കെ, ദോ
എ ക്യാൻ പ്രൊഡ്യൂസ് ബോത്ത് ഡയറി പ്രൊഡക്റ്റ് ആൻഡ് മെഷീനറി ചീപ്പർ ദാൻ ബി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എ എന്ന് പറയുന്ന കൺട്രിക്ക് നമ്മൾ ഈ പറയുന്ന ഡയറി എടുത്തു കഴിഞ്ഞാലും അതുപോലെ മെഷീനറി എടുത്തു കഴിഞ്ഞാലും ബിക്കും ഡയറി മെഷീനറി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ എക്ക് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ശരിയല്ലേ? ദോ എ ക്യാൻ പ്രൊഡ്യൂസ് ബോത്ത് ഡയറി പ്രൊഡക്റ്റ് ആൻഡ് മെഷീനറി ചീപ്പർ ദാൻ ബി. ബിയേക്കാൾ ചീപ്പർ ആയിട്ട്, ബിയേക്കാൾ കുറവ് കോസ്റ്റിൽ എക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക, എ കൂടുതൽ ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഡയറി പ്രൊഡക്റ്റും മെഷീനറി പ്രൊഡക്റ്റും ബിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ശരിയല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിനെ നമ്മൾ അബ്സല്യൂട്ട് കോസ്റ്റ് തിയറി എന്നും പറയാറുണ്ട്. ഇത് കൊണ്ടുവന്ന ആരെന്നറിയാമോ? നമ്മുടെ ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്തിനെ ഓർക്കുന്നില്ലേ? നമ്മുടെ ഫാദർ ഓഫ് എക്കണോമിക്സ് ആയിട്ടുള്ള ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 കൺട്രീസ് ഉള്ളപ്പോൾ ഏത് കൺട്രിക്കാണ് അതിന്റെ കമ്മോഡിറ്റീസ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്, അല്ലെ, ലെസ്സർ കോസ്റ്റിൽ, അല്ലെങ്കിൽ സെയിം റിസോഴ്സസ് നമ്മൾ എടുക്കുകയാണ്, ഇവിടെ ഒരു 1000 യൂണിറ്റ് റിസോഴ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 1000 യൂണിറ്റ് റിസോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് പറയുന്ന കൺട്രിക്ക് ഈ 1000 യൂണിറ്റ് കൊണ്ട് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും ബിയേക്കാളും. അവരും 1000 തന്നെ ഉപയോഗിക്കുന്നത്, പക്ഷേ എയുടെ അത്രയും പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കൺട്രി മറ്റൊരു രാജ്യത്തേക്ക് ഈ പറയുന്ന പ്രോഡക്ട്സിനെ എക്സ്പോർട്ട് ചെയ്യുമെന്നും ആ ലീസ്റ്റ് കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള കൺട്രി ഇമ്പോർട്ട് ചെയ്യുമെന്നും, അല്ലെ, ബി ഇമ്പോർട്ട് ചെയ്യണം എയിൽ നിന്ന്, അല്ലെ, എന്ന് ചെയ്യുമെന്നും പറഞ്ഞിട്ടുള്ള തിയറിയാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, അല്ലെങ്കിൽ അബ്സല്യൂട്ട് കോസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് ആഡം സ്മിത്ത് ആണ്. പക്ഷെ ഇവിടുത്തെ അടുത്ത കണ്ടീഷൻ എന്താ, യെറ്റ് എന്നിരുന്നാലും എ ഇമ്പോർട്ട് ഡയറി പ്രൊഡക്ട്സ് ഫ്രം ബി ആൻഡ് എക്സ്പോർട്ട് മെഷീനറി. എ എന്താ ചെയ്യുന്നത്, ഡയറി പ്രൊഡക്റ്റ് ബിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുകയാണ്, അല്ലെ, ഡയറി ഇങ്ങോട്ട് വരുന്നുണ്ട്, മെഷീനറി ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഡയറി മെഷീനറി എക്ക് ബിയേക്കാൾ ചീപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പോലും എ ഡയറിയെ ഇമ്പോർട്ട് ചെയ്യുന്നു, എന്നിട്ട് മെഷീനറിയെ എക്സ്പോർട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പാരഡോക്സ് സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പാരഡോക്സ് സംഭവിക്കുന്നത്? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി അല്ലെങ്കിൽ അബ്സല്യൂട്ട് കോസ്റ്റ് തിയറി പ്രകാരം രണ്ടും എക്സ്പോർട്ട് ചെയ്യണമായിരുന്നു, പക്ഷെ എ എന്ത് ചെയ്യുന്നില്ല, ഡയറി പ്രൊഡക്ട്സിനെ എക്സ്പോർട്ട് ചെയ്യുന്നില്ല, മറിച്ച് ബിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. ഇതിന് കാരണമായിട്ടുള്ള തിയറിയാണ് എന്ത്, കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറി. കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, അതിനെ നമ്മൾ എന്ത് പറയും, കമ്പാരറ്റീവ് കോസ്റ്റ് തിയറി എന്നും പറയും. കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറി അല്ലെങ്കിൽ കമ്പാരറ്റീവ് കോസ്റ്റ് തിയറി എന്ന് പറയുന്ന തിയറി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഡേവിഡ് റിക്കാർഡോയാണ്. ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ് ഈ പറയുന്ന കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറി അല്ലെങ്കിൽ കമ്പാരറ്റീവ് കോസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയുടെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഒരു മ്യൂച്വലി ബെനിഫിഷ്യൽ ട്രേഡ് ഒരിക്കലും പോസിബിൾ അല്ല. ഒരു വൺ സൈഡ് ട്രേഡ് ആയിരിക്കും. കാരണം എ ബിയിലേക്ക് കൊടുക്കുമ്പോൾ എക്ക് മാത്രം മെച്ചമുള്ളൂ, ബിക്ക് ഒന്നും കിട്ടുന്നില്ല. ബി കാശ് കൊടുത്തല്ലേ സാധനം മേടിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന കമ്പാരറ്റീവ് കോസ്റ്റ് തിയറിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ട്രേഡാണ് നടക്കുന്നത്. ഡയറിയും മെഷീനറിയും ഇവിടെ ചീപ്പറായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ തന്നെ ചീപ്പറായി ഉണ്ടാക്കാൻ പറ്റുന്നത് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് അല്ല, കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ്. ഡയറിയും മെഷീനറിയും എയും ബിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എക്കാണ് കോസ്റ്റ് എഫക്റ്റീവ്. പക്ഷേ ഈ ഡയറിയിലും മെഷീനറിയിലും വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, ചീപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ആരെയാണ്, മെഷീനറി തന്നെയാണ്. അപ്പൊ എന്ന് പറയുന്ന കൺട്രി മൊത്തം മെഷീനറിനെ എക്സ്പോർട്ട് ചെയ്യും, മറിച്ച് എന്ത് ചെയ്യും, ഡയറിക്ക് പൊതുവെ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനറി ഉണ്ടാക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കോസ്റ്റ് ഡയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെലവഴിക്കപ്പെടേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഡയറി പ്രൊഡക്ട്സിനെ ബിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു മ്യൂച്വലി ബെനിഫിഷ്യൽ ട്രേഡ് നടക്കും. ശരിയല്ലേ? എക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് എക്ക് കിട്ടും, ബിക്ക് എന്ത് ചെയ്യും, ഡയറി പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ബിക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. സോ മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ട്രേഡ് നടക്കും. അതിനെയാണ് നമ്മൾ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് തിയറി അല്ലെങ്കിൽ കമ്പാരറ്റീവ് കോസ്റ്റ് തിയറി എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ ബി ആണ്. ഒട്ടുമുക്കാൽ ആൾക്കാർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടോട്ടലി ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ എക്കണോമിക്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചവർക്ക് പോലും അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലും ഇല്ല എങ്ങനെ ഒരു ചോദ്യമൊക്കെ വരും എന്നുള്ളത്. ഓക്കെ, ഇനി ഇത് ഇവിടെ ഒരു ഹെക്സറോലിൻ തിയറി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഹെക്സറോലിൻ തിയറി എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയാം. ഫാക്ടർ എൻഡോമെന്റ് തിയറി എന്നൊക്കെയാണ് അതിനെ പറയുക, അല്ലെങ്കിൽ ഫാക്ടർ പ്രപ്പോർഷൻസ് തിയറി എന്ന് പറയും. അതിനെ ഹെക്സറോലിൻ തിയറി എന്ന് പറയുന്നതിന്റെ കാരണം ആ പറയുന്ന തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് എലി ഹെക്സർ പിന്നെ അതുപോലെ ബെർട്ടിലോലിൻ എന്ന് പറയുന്ന 2 ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഹെക്സറോലിൻ തിയറി എന്ന് പറയപ്പെടുന്നത്. തിയറി പ്രത്യേകിച്ച് ഒന്നുമല്ല, പേര് പോലെ അത്ര വലിയ തിയറി ഒന്നുമല്ല. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ലേബർ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്, അല്ലെ, ഒത്തിരി തൊഴിലാളികളുള്ള കൺട്രിയാണ്. US എന്ന് പറയുന്നതോ ക്യാപിറ്റൽ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്, കാരണം അതൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്, അല്ലെ. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്യും, ലേബർ കൂടുതൽ ക്യാപിറ്റൽ കുറവായതുകൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുഴുവൻ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും.
അമേരിക്ക ഉണ്ടാക്കുന്ന എന്തായിരിക്കും? ക്യാപിറ്റൽ കൂടുതലുള്ളത് തന്നെ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ക്യാപിറ്റൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലുള്ള മെഷീനറി പ്രൊഡക്ട്സ് അവർ യൂസ് ചെയ്യുമ്പോൾ, അവർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ലേബേഴ്സിനെ, തൊഴിലാളികളെ പണിയെടുപ്പിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത് പോലത്തെ എന്താണ് പ്രൊഡക്ട്സ് ആയിരിക്കും ഉണ്ടാക്കുക. എന്നിട്ട് ഇന്ത്യ എന്ത് ചെയ്യും? അമേരിക്കയിലേക്ക്, ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കൺട്രിയിലേക്ക് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കയറ്റി അയക്കുന്നു. അവർ അവരുടെ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്കും കയറ്റി അയക്കുന്നു. ഇതാണ് ഹെക്സർ-ഒലിൻ തിയറി. ഓക്കെ, മോഡേൺ തിയറി ഓഫ് ട്രേഡ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് പുതിയ സാധനങ്ങളാണ്. അതിനൊന്നും ഈ പറയുന്ന തിയറിയിലൊന്നും വരുന്ന സംഗതികളല്ല. സോ ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ഹെക്സർ-ഒലിൻ തിയറിയും ഇതും നമുക്ക് എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കമ്പാരിറ്റീവ് കോസ്റ്റ് തിയറിയിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ ചോദ്യത്തിന്റെ ഡിഫിക്കൽട്ടി ലെവൽ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പോകുന്നതിനേക്കാൾ നല്ലത് അത് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നിരിക്കണം മറ്റു എല്ലാവരുടെയും തീരുമാനം, അല്ലേ? ഇനി അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് ടു സെലക്ട് ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്. വീണ്ടും അടുത്തൊരു ചോദ്യം. ഇവിടെയും എന്താണ്, ഇത് അഗ്രികൾച്ചറൽ ഫൈനാൻസിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ സിലബസിൽ അങ്ങനെ കൃത്യമായി പരാമർശിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ കൃത്യമായി പഠിപ്പിച്ചിരുന്നു. ഡിസ്കൗണ്ടഡ് മെഷേഴ്സ് ആൻഡ് അൺഡിസ്കൗണ്ടഡ് മെഷേഴ്സ്, ഒരു പ്രോജക്റ്റിന്റെ പ്രോജക്റ്റ് ഫീസിബിലിറ്റി, അല്ലേ, അത് ലാഭകരമാണോ നഷ്ടത്തിലെത്തിക്കുമോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ടൈം കൺസിഡർ ചെയ്യുന്ന മെഷേഴ്സിനെ ഡിസ്കൗണ്ടഡ് മെഷേഴ്സ് എന്നും ടൈം കൺസിഡർ ചെയ്യാത്തതിന് അൺഡിസ്കൗണ്ടഡ് മെഷേഴ്സ് എന്നും പറഞ്ഞിരുന്നു. അതിൽ ഡിസ്കൗണ്ടഡ് മെഷേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അതിൽ BCR, IRR, NPW അല്ലെങ്കിൽ NPV, അല്ലേ? BCR എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്തായിരിക്കണം? ഒരു പ്രോജക്റ്റ് ഫീസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം, അല്ലേ? ഷുഡ് ബി നെഗറ്റീവ് ടു സെലക്ട് ദ പ്രോജക്ട് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആണോ? അല്ല, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. പോസിറ്റീവ് ആയിരിക്കണം എന്ന് പോലും പറഞ്ഞാൽ പോരാ, ഗ്രേറ്റർ ദാൻ 1 ആയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എന്താണ് BCR വെച്ചിട്ട് നമുക്കൊരു പ്രോജക്റ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ A എന്ന് പറയുന്നത് ഒരു തെറ്റുത്തരമാണ്. ഇനി അടുത്തത്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റേറ്റ് ഓഫ് റിട്ടേൺസ് അറ്റ് വിച്ച് റിട്ടേൺസ് ആർ ജനറേറ്റഡ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. അതെപ്പോഴും എന്തായിരിക്കണം? അതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നുണ്ടോ? 50,000 രൂപ ഞാൻ എടുത്തിട്ട് ഒരു ബിസിനസ്സിൽ ഇടുന്നതും 50,000 രൂപ ഞാൻ എടുത്തിട്ട് ബാങ്കിൽ ഇടുന്നതുമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പഠിപ്പിച്ചിരുന്നു. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, അല്ലേ? എപ്പോഴാണ് ഞാൻ ഈ പറയുന്ന 50,000 രൂപ ബിസിനസ്സിൽ ഇടേണ്ടത്? ഞാനത് ബാങ്കിൽ ഇട്ടിട്ട് എനിക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺസിനേക്കാളും അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് എനിക്ക് ആ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ ആ ബിസിനസ്സിന് പോകാവുള്ളൂ. അതിനേക്കാൾ കുറവാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് ചെയ്യുന്നതിനേക്കാളും ഭേദം ലാഭകരമാണെങ്കിൽ പോലും ഞാൻ 50,000 രൂപ എടുത്തിട്ട് ബാങ്കിൽ ഇടുന്നതല്ലേ. അപ്പൊ എന്താ റിട്ടേൺസ് എന്ന് പറയുന്നത്? ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഞാൻ സാക്രിഫൈസ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റിട്ടേൺസിനേക്കാൾ കൂടുതലായിരിക്കണം എന്നാണ്, അല്ലേ? അപ്പോൾ ബിയും തെറ്റുത്തരമാണ്. ഇനി സി എന്താ? നെറ്റ് പ്രസന്റ് വർത്ത് അല്ലെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂ, അല്ലെ? അത് എപ്പോഴും ഒരു പോസിറ്റീവ് ഫിഗർ ആയിരിക്കണം. അതൊരു ക്യാഷ് ഫ്ലോ ആണ്. നമുക്ക് എത്രമാത്രം റിട്ടേൺസ് കിട്ടുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു ഡിസ്കൗണ്ടഡ് മെഷർ ആണ് ഈ പറയുന്ന നെറ്റ് പ്രസന്റ് വാല്യൂ. അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. 0 മേലെയാണെന്നുണ്ടെങ്കിൽ അത്രയും ലാഭം നമുക്ക് കൊയ്യുന്നതാണ്. 0 ആണെന്നുണ്ടെങ്കിൽ പ്രോജക്ട് ബ്രേക്ക് ഇവൻ ആണ്. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പ്രോജക്ട് ലോസിലാണ്. ഷുഡ് ബി പോസിറ്റീവ് ടു സെലക്ട് എ പ്രോജക്ട് ഫോർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്, അല്ലേ? സോ ഇവിടെ ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? സി ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഇതൊരു ഡയറക്റ്റ് ചോദ്യമായിരുന്നു, എഴുതി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കോമ്പണന്റ് ഓഫ് എ മാർക്കറ്റ് സ്ട്രക്ചർ? ഒരു മാർക്കറ്റ് സ്ട്രക്ചർ, മാർക്കറ്റിന്റെ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരുപാട് കോമ്പണൻസ് നമ്മൾ പഠിച്ചിരുന്നു, അല്ലേ? അതിൻ്റെ അകത്ത് കോൺസെൻട്രേഷൻ ഓഫ് മാർക്കറ്റ് പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് കോൺസെൻട്രേഷൻ ഓഫ് മാർക്കറ്റ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എല്ലാവർക്കും ഒരേ പവറാണ്. മോണോപ്പൊളിയിൽ ഒരൊറ്റ മാർക്കറ്റിൽ മാത്രം, അല്ലേ, ഒരു സിംഗിൾ ഫേമിലേക്ക് മാത്രം മാർക്കറ്റ് പവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്? മാർക്കറ്റ് പവർ ഇങ്ങനെ മൊത്തത്തിൽ എല്ലാ ഫേമിലേക്കും ആയിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അടുത്തത്, രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്തായിരുന്നു? ഡിഗ്രി ഓഫ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ആയിരുന്നു, അല്ലേ? ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണോ ഹെറ്ററോജീനിയസ് പ്രോഡക്റ്റ് ആണോ എന്നുള്ളത്. മൂന്നാമത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? മൂന്നാമതായി നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? കണ്ടീഷൻ ഓഫ് എൻട്രി, അല്ലെ? എൻട്രി ടു മാർക്കറ്റ്. ഫേംസിന്റെ എൻട്രി ആൻഡ് എക്സിറ്റിന് വേണ്ടിയിട്ടുള്ള ബാരിയേഴ്സ് എങ്ങനെയാണ്? ഫ്രീ ആണോ? പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പോലെ ഈസി ആയിട്ട് കയറി വരാനും ഇറങ്ങി പോകാനും പറ്റുമോ? അതോ മോണോപോളിസ്റ്റിക് അല്ലെങ്കിൽ ഒലിഗോപോളി, ഡ്യൂവോപോളി, മോണോപോളിയിലൊക്കെ പോലെ കയറി വരാനും ഇറങ്ങി പോകാനും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ മൂന്നാമതായിട്ട് പഠിച്ചത്, അല്ലെ? ഇനി നാലാമത്തത് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ഫ്ലോ ഓഫ് മാർക്കറ്റ് ഇൻഫർമേഷൻ, അല്ലെ? ഫ്ലോ ഓഫ് മാർക്കറ്റ് ഇൻഫർമേഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ പെർഫെക്റ്റ് മാർക്കറ്റ് ഇൻഫർമേഷൻ ഉള്ളതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? എല്ലാവർക്കും, ബയേഴ്സിനും സെല്ലേഴ്സിനും എത്രമാത്രം ക്വാണ്ടിറ്റി അവിടെ സെല്ല് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എത്രമാത്രം ക്വാളിറ്റി അവിടെ ഉണ്ട്, മാർക്കറ്റിലേക്ക് എത്ര വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഇതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. പക്ഷേ പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്ന ഇംപെർഫെക്റ്റ് മാർക്കറ്റുകളിലൊന്നും ഒരു മാർക്കറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന അത്ര പ്രോപ്പർ ആയിട്ട് പോകുന്നില്ല. സോ അതും ഈ പറയുന്ന മാർക്കറ്റ് സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണന്റ് ആണ്. ആൻഡ് അവസാനമായി നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഡിഗ്രി ഓഫ് ഇന്റഗ്രേഷൻ. ഡിഗ്രി ഓഫ് ഇന്റഗ്രേഷൻ ഈ പറയുന്ന ഫേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒലിഗോപോളിയിൽ കാർട്ടൽസ്, പിന്നെ അതുപോലെ പ്രൈസ് ലീഡർഷിപ്പ്, ഇങ്ങനെയുള്ള പല സാധനങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ എന്താ? നമ്മുടെ ഇന്റഗ്രേഷനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലേ? പിന്നെ നമ്മൾ പഠിക്കാത്തൊരു സാധനം എന്താ? മാർക്കറ്റ് ഷെയറിംഗ് ആൻഡ് പ്രൈസ് സെറ്റിംഗ് പോളിസി. സോ ഈ പറയുന്ന എലിമിനേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എന്തിലോട്ട് എത്താൻ പറ്റും? മാർക്കറ്റ് ഷെയറിംഗ് ആൻഡ് പ്രൈസ് സെറ്റിംഗ് പോളിസിയിലോട്ട് എത്താൻ പറ്റും. സോ ഇവിടെ ആൻസർ വരുന്നത് ബി ആണ്.
അടുത്തത് മാർജിനൽ റവന്യൂ അലോങ് വിത്ത് മാർജിനൽ കോസ്റ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ. നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മളൊരു ഒരു ഒരു എന്താ പറയുക, പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ബേസിക് ആയിട്ടുള്ള എന്താണ് ക്രൈറ്റീരിയ, മീറ്റ് ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? മാർജിനൽ കോസ്റ്റ് ഈക്വൽസ് ടു മാർജിനൽ റവന്യൂ എന്നുള്ളതാണ്. ആൻഡ് മാർജിനൽ കോസ്റ്റിനെ മാർജിനൽ റവന്യൂനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് എന്താ? അഡീഷണൽ കോസ്റ്റ് ജനറേറ്റഡും അഡീഷണൽ റിട്ടേൺസ് ഗെയിൻഡും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് നമ്മുടെ നമ്മുടെ ഒപ്റ്റിമം പ്രൊഡക്ഷൻ എവിടെ നിർത്തണം എന്നുള്ളതാണ് അല്ലെ. പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് എവിടെയാണെന്നുള്ളതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു എ ആണ്. മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റുമായിട്ട് അത്ര റിലേറ്റഡ് അല്ല. പ്രോഫിറ്റ് പെർ യൂണിറ്റ് തരുന്നതാണെങ്കിൽ എന്താണ്? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ആണ്. അതിന് പറയുന്ന മാർജിനൽ കോസ്റ്റുമായിട്ട് വലിയ ബന്ധമില്ല. ടോട്ടൽ റവന്യൂ ഇതുമായിട്ട് വലിയ ബന്ധമില്ല അല്ലെ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവുമായിരിക്കും. നമ്മൾ പഠിച്ചിരുന്നു, പക്ഷെ പഠിച്ചിരുന്ന രീതിയിലല്ല അവർ ചോദിച്ചിരുന്നത് അല്ലേ. എ ടാക്സ് റെജിം വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫാളിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി വിച്ച് എയിംസ് ടു റെഡ്യൂസ് ഇനീക്വാലിറ്റീസ് ഇൻ വെൽത്ത് ടു സം എക്സ്റ്റെന്റ് അല്ലെ. നമ്മൾ പഠിച്ചിരുന്നത് എന്തായിരുന്നു? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സ് നമ്മൾ പഠിച്ചിരുന്നല്ലേ. പ്രൊപ്പോർഷണൽ ടാക്സ്, പ്രോഗ്രസീവ് ടാക്സ്, റിഗ്രസീവ് ടാക്സ്, ഡിഗ്രസീവ് ടാക്സ് അല്ലെ. എന്തായിരുന്നു പ്രൊപ്പോർഷണൽ ടാക്സ്? ഏത് ഇൻകം ലെവൽ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരിലും ഒരേ ടാക്സ് അടയ്ക്കാൻ പറയുന്നതാണ് പ്രൊപ്പോർഷണൽ ടാക്സ്. എല്ലാവർക്കും ഒരേ പ്രൊപ്പോർഷൻ 50% എല്ലാവരും കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപയുള്ളവൻ 25,000 രൂപ കൊടുക്കും, 1,00,000 രൂപയുള്ളവൻ 50,000 രൂപ കൊടുക്കും. ശരിയല്ലേ? അതാണ് പ്രൊപ്പോർഷണൽ ടാക്സേഷൻ. ഇനി പ്രോഗ്രസീവ് ടാക്സേഷൻ എന്തായിരുന്നു? പ്രോഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻകം ലെവലിനും ഓരോ റേറ്റ് ഓഫ് ടാക്സേഷൻ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊപ്പോർഷണൽ ടാക്സേഷൻ ഒന്നും നമുക്ക് ഈ പറയുന്ന ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും ഒരുപോലെ കൊടുക്കുകയാണ് അല്ലേ. പക്ഷേ പ്രോഗ്രസീവ് ടാക്സേഷനിൽ ചെറിയ ഇൻകം ലെവൽ ഉള്ളവൻ കുറച്ച് ടാക്സ് കൊടുത്താൽ മതി. കുറച്ചുകൂടി മേലെ ഇൻകം ലെവലുള്ളവൻ കുറച്ചുകൂടി കൂടുതൽ ടാക്സ് കൊടുക്കണം. കുറേയും കൂടി ഹയർ ലെവൽ ഇൻകം ഉള്ളവൻ കുറേയും കൂടി കൊടുക്കണം. നമ്മുടെ ഇൻകം ടാക്സ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. നിങ്ങൾ ബജറ്റിന്റെ സമയത്തൊക്കെ ടാക്സ് സ്ലാബുകൾ കേട്ടിട്ടില്ല. 5 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല, 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ഇത്ര ശതമാനം ടാക്സ്, 10 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവർ ഇത്ര ശതമാനം ടാക്സ് കൊടുക്കണം. ഇതാണ് നമ്മുടെ പ്രോഗ്രസീവ് ടാക്സേഷൻ അല്ലെ. ഇനി റിഗ്രസീവ് ടാക്സേഷൻ എന്താ? അതൊരു കൈൻഡ് ഓഫ് ടാക്സേഷൻ ആണ് വേറെ പാവപ്പെട്ട ആൾക്കാർ ഒരുപാട് സാക്രിഫൈസസ് ചെയ്യേണ്ടി വരും. പണക്കാർക്ക് അവരുടെ ടാക്സ് എമൗണ്ട് പിടിക്കുന്നതിൽ നിന്ന് ഒരുപാട് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതാണ് റിഗ്രസീവ് ടാക്സേഷൻ. ഡിഗ്രസീവ് ടാക്സേഷൻ എന്താണ്? ഇത് ഒരു കൈൻഡ് ഓഫ് പ്രോഗ്രസീവ് ടാക്സേഷൻ ആണ്. ഒരു ചെറിയ പോയിന്റ് വരെ സ്ലൈറ്റ്ലി നമ്മുടെ ടാക്സ് പ്രോഗ്രസീവ് ആയിരിക്കും, അതിനുശേഷം എല്ലാവർക്കും ഒരേ റേറ്റ് ഓഫ് ടാക്സേഷൻ ആയിരിക്കും. അതാണ് ഡിഗ്രസീവ് ടാക്സേഷൻ. ഡിഗ്രസീവ് ടാക്സേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? പാവപ്പെട്ടവനാണ് കൂടുതൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക, പണക്കാരന്മാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതിൽ നിന്ന് തന്നെ, ഈ പറയുന്ന ഐഡിയയിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. ശരിയല്ലേ? നോക്കിയേ, വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫാളിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി. ഫാളിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു 10 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാൾക്ക് അഡീഷണൽ 1,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ 1,000 രൂപയ്ക്ക് എത്രമാത്രം വിലയുണ്ടാവും? അതേസമയം ഒരു 15,000 രൂപ സാലറി ഉള്ള ഒരാൾക്ക് ഒരു മന്ത്ലി ഇൻക്രീസ് ആയിട്ട് ഒരു 1,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ 1,000 രൂപയ്ക്ക് ഏറ്റവും കൂടുതൽ വില ആർക്കായിരിക്കും ഉണ്ടാവുക? 10 ലക്ഷം രൂപ സാലറി ഉള്ള ആൾക്കാരിക്കോ 15,000 രൂപ വരെയുള്ള സാലറി ഉള്ള ആൾക്കാരിക്കോ? ഒബ്വിയസ്ലി വില എന്താണ്? ഈ പറയുന്ന സാലറി കുറവുള്ള ആൾക്കാർക്കായിരിക്കും. ശരിയല്ലേ? ഒരേ എമൗണ്ട് ആണ്. ഈ 1,000 രൂപ അഡീഷണൽ യൂണിറ്റ് അല്ലെങ്കിൽ അഡീഷണൽ യൂട്ടിലിറ്റി ഗെയിൻഡ് ബൈ 1,000 രൂപ ഓഫ് മണി അല്ലേ. അഡീഷണൽ യൂട്ടിലിറ്റി 1,000 രൂപയിൽ നിന്ന് കിട്ടിയത് ഈ പറയുന്ന വില എന്താണ്? ഒരുപാട് സാലറി ഉള്ള ആൾക്ക് കിട്ടിയതിനേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് നമ്മുടെ ഈ പറയുന്ന സാലറി കുറവുള്ള ആൾക്ക് അല്ലെ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫാളിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി. അപ്പൊ സ്വാഭാവികമായിട്ടും വില ഈ പറയുന്ന അഡീഷണൽ എമൗണ്ട് ഓഫ് ഈ 1,000 രൂപയ്ക്ക് വില കുറവുള്ള ആളുടെ അടുത്ത് നല്ല കൂടുതൽ ടാക്സ് ചുമത്തേണ്ടത്. എന്നാൽ അതേസമയം അതിന് ഒരുപാട് വില കൊടുക്കുന്ന ഈ പറയുന്ന സാലറി കുറവുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അടുത്തൊന്നും അത്രയും തന്നെ ചുമത്തി കഴിഞ്ഞ് ശരിയാവോ? ശരിയാവത്തില്ല. അപ്പൊ ശരിക്കും ഇവിടെ വർക്കാവുന്ന ടാക്സ് ഏതായിരിക്കും? പ്രോഗ്രസീവ് ടാക്സേഷൻ ആയിരിക്കില്ലേ? which aims to reduce inequalities in wealth to some extent. കുറച്ചെങ്കിലും ഇനീക്വാലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ? ഒത്തിരി കാശുള്ളവനടുത്ത് കുറച്ച് ടാക്സ് മേടിച്ചു കഴിഞ്ഞാലും അവന് വലിയ സാക്രിഫൈസസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ചെറിയവൻ്റെ അടുത്തുനിന്ന് ചെറിയ സാലറി ഉള്ളവൻ്റെ അടുത്തുനിന്ന് ഒരുപാട് ടാക്സ് മേടിച്ചാൽ അവന് ഭയങ്കര വലിയ പ്രശ്നമായിരിക്കും. സോ അവന് കുറച്ച് ടാക്സ് ചെയ്യണം, മറ്റവന് കൂടുതൽ ടാക്സ് ചെയ്യണം. അതാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ. അങ്ങനെ ഇനീക്വാലിറ്റീസ് കുറയ്ക്കാൻ പറ്റും. സോ ഇത്രയാണ് നമ്മുടെ 10 ചോദ്യങ്ങൾ. ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് തോന്നിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു.